Good morning, all of you. അത് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് പ്രകാശ്. ബേസിക്കലി ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. റിട്ടയർ ചെയ്ത ശേഷം ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന ഈ പ്രൊജക്റ്റിൽ ഒരു പ്രൊഫഷൻ എടുത്ത് ചെയ്യാൻ തീരുമാനിച്ചേക്കാം. എൻ്റെ കരിയറായിട്ട് ഇനിയുള്ള സമയത്ത് ഈ ഇൻഡസ്ട്രിയുടെ കൂടെ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചേക്കാം. ഈ ഇൻഡസ്ട്രി എനിക്ക് വളരെ ഇഷ്ടപ്പെടാൻ കാരണം ഇനി പറയുന്നതാണ്. നമ്മൾ ലൈഫിൽ ഒരുപക്ഷെ ഫസ്റ്റ് ടൈം ആയിരിക്കും നിങ്ങൾ ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യം കേൾക്കുന്നത്. ഈ ഓർഗനൈസേഷൻ ഇന്ത്യയിൽ വന്നിട്ട് 29 വർഷമായി. 5 വർഷം മുന്നേ എൻ്റെ സുഹൃത്താണ് മിസ്റ്റർ ദിനേശ് നാരായണൻ ആൻഡ് ജിഷാദ് ബക്കർ അവർ. ഇവർ രണ്ടുപേരുമാണ് എനിക്ക് ഈ ആശയം ഷെയർ ചെയ്യുന്നത്. ഞാൻ അവരോട് വളരെയധികം കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇത് ഇന്ത്യയുടെ ഇപ്പോ നിലവിലുള്ള ഈ അവസ്ഥയിൽ ഇന്ത്യയിലെ എക്കണോമി തന്നെ വളരെയധികം ചേഞ്ച് ചെയ്യിക്കാൻ, വളരെയധികം സ്വാധീനിക്കാൻ ശക്തിയുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ഈ ഇൻഡസ്ട്രി 10-50 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മറ്റു രാജ്യങ്ങളിൽ, എക്സ്പെഷ്യലി US വളരെ ശക്തമായി ആ രാജ്യത്തിന്റെ എക്കണോമിയിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു ഓർഗനൈസേഷനാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. 1996 വരെ നമ്മുടെ ഇതിന്റെ സ്ഥാപകനായിട്ടുള്ള മിസ്റ്റർ സമീർ മോഡി US ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ MBA പഠിക്കുകയായിരുന്നു. ആ പഠിക്കുന്ന സമയത്താണ് ഇതൊരു വിഷയമാണ് അവിടെ. ഇന്ന് ഇന്ത്യയിൽ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വിഷയമാണ്. അപ്പൊ അതിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഈ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്ത് 1996 മാർച്ച് 30 പക്ഷെ അത് ഇത്രയും സ്വാധീനം എൻ്റെ ലൈഫിൽ ചെലുത്തുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. ഞാനൊരു ഗവൺമെന്റ് സെക്ടറിൽ ഒരു ഗസറ്റഡ് ഓഫീസർ റാങ്കിൽ വർക്ക് ചെയ്യായിരുന്നു. ഒരു വർഷം മുമ്പ് റിട്ടയർ ചെയ്യുന്ന സമയത്ത് 4 ഡിസ്ട്രിക്റ്റിന്റെ ഇൻചാർജ് ആയിരുന്നു. സീനിയർ സൂപ്രണ്ട് എന്ന റാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ആ ജോലി ഞാൻ വളരെയധികം പാഷനേറ്റ് ആയിട്ട് ചെയ്തിരുന്ന വ്യക്തിയാണ്. ലേബർ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത്. എറണാകുളത്തായിരുന്നു ലാസ്റ്റ് വർക്ക് ചെയ്തത്. കോഴിക്കോടും കൊല്ലത്തും തൃശ്ശൂരും എല്ലാം വർക്ക് ചെയ്യാൻ ഭാഗ്യമുണ്ടായി. ഇപ്പോ ഞാൻ ആ ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ട ശേഷം, ആ ഒരു ഗവൺമെന്റ് സെക്ടറിൽ വിട്ട ശേഷം ഈ ഇൻഡസ്ട്രിയിൽ എത്രമാത്രം ഇൻവോൾവ് ചെയ്യാനുള്ള കാരണം ആദ്യം ഇതിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കിട്ടിയ എക്സ്പീരിയൻസ് ആണ്. ഞാൻ കണ്ടുമുട്ടിയ കുറേയധികം ആളുകളുടെ ലൈഫിൽ ഈ ഉൽപ്പന്നം വളരെയധികം സ്വാധീനം ചെലുത്തി അറിഞ്ഞു. അപ്പൊ എന്തായാലും ഉപയോഗിച്ച് നോക്കാമെന്നൊരു രീതിയിൽ ദിനേശ് സാറ് അന്ന് ഷെയർ ചെയ്ത കുറച്ച് ഉൽപ്പന്നങ്ങൾ വീട്ടിൽ ഉപയോഗിച്ച് നോക്കി. അത് ചായപ്പൊടി ഉപയോഗിച്ചു. ആ ചായപ്പൊടി ടേസ്റ്റ് ഫസ്റ്റ് ഇംപ്രഷൻ എന്നെ വളരെയധികം സ്വാധീനിച്ചു. അതിന്റെ ഓരോ തരികൾ വിടർന്ന് വന്ന് തിളയ്ക്കുന്ന സമയത്ത് വിടർന്ന് ആ ചായ നല്ലവണ്ണം മധുരം കഴിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കൂടി ഞാൻ മധുരമില്ലാതെ ആ ഉൽപ്പന്നം ഉപയോഗിക്കാൻ തയ്യാറായി. ഇത് നമുക്കുണ്ടാക്കിയ സ്വാധീനം ചില്ലറയല്ല. ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധയോടെ വീക്ഷിച്ച ശേഷം നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചാൽ ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫ് തന്നെ ടോട്ടലി മാറ്റിമറിയുന്ന ദിവസമായിട്ട് ഇന്ന് മാറും. അതെനിക്ക് ഉറപ്പുണ്ട്. അതെങ്ങനെയാണ് ഇനി വരുന്നൊരു 10-30 മിനിറ്റ് നേരം ശ്രദ്ധയോട് വാച്ച് ചെയ്യാം. ഇതിന്റെ ഈ വീഡിയോയുടെ ഓരോ ഭാഗത്തും കടന്നു വരുന്ന എന്റെ ബാക്കിൽ കുറെ പിക്ചർ കാണുന്നുണ്ട്. ആ പിക്ചർ എന്നെ ഇപ്പോ ഡ്രൈവ് ചെയ്യുന്ന പിക്ചറാണ്. എന്നെ വളരെയധികം സ്വാധീനിക്കുന്ന പിക്ചറാണ്. ഈ പ്ലാൻ നമുക്ക് ഷെയർ ചെയ്യുന്നത് ഷോ യു. ഈ വ്യക്തിയെ നമുക്ക് പരിചയപ്പെടണം. മിസ്റ്റർ സമീർ കെ മോഡി. ഇദ്ദേഹം അമേരിക്കയിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ MBA പഠിക്കുന്ന സമയത്താണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കുകയും ഇന്ത്യയിൽ വന്ന ശേഷം അപ്പൊ ആ രാജ്യത്തിന്റെ എക്കണോമിയിൽ വലിയ സ്വാധീനം ചെലുത്തി എന്ന് മനസ്സിലാക്കിയ ശേഷം ഇദ്ദേഹത്തിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ ഒരു കോർപ്പറേറ്റ് സക്സസ്ഫുൾ മേഖല, മോദി എന്റർപ്രൈസ് അതിലെ പാർട്ട്നേഴ്സ് അവരില്ല. മിസ്റ്റർ സമീർ കെ മോഡി, ഇറ്റ് ഈസ് മൈ കമ്മിറ്റ്മെന്റ് ടു യുവർ ലിമിറ്റ്ലെസ് സക്സസ്. നിങ്ങളുടെ സക്സസിന് വേണ്ടിയുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രയത്നമായിട്ട് യാതൊരു പരിമിതിയില്ലാതെ എനിക്ക് വിജയിക്കാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റി.
ഈ പ്ലാൻ നോക്കുക, മോദി വേ, സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ, ഇൻസ്പയർഡ് ബൈ വിഷൻ, ഡ്രിവൺ ബൈ യു. നമുക്ക് ഇങ്ങനത്തെ ഇൻസ്പിറേഷൻ തരാനും ഇങ്ങനെ ഡ്രൈവ് ചെയ്യാനും ശക്തമായ ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ട്. ഇദ്ദേഹം ആരാണ്, എന്താണ്, നമുക്ക് പുറകെ പഠിക്കാം. നമുക്ക് കുറച്ച് അല്പം വേഗതയിൽ നമുക്ക് മുമ്പോട്ട് പോവാം. നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആവേണ്ട കുറെ കാര്യത്തിനുണ്ട്. നിങ്ങളെ സ്വപ്നങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട വലിയൊരു ഫാക്ടറിനകത്തുണ്ട്. നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. പലപ്പോഴും അത് എന്താ പറയുക, ഒരു സ്വപ്നം എങ്ങനെ എത്താതെ ഒരു പ്രത്യേക ഏജ് ആകുമ്പോൾ നമ്മളതൊക്കെ ഡ്രോപ്പ് ചെയ്ത് എല്ലാം വീഴ്ച മുമ്പോട്ട് പോകുന്ന പിക്ചറാണ്. ഞാൻ ജോലി ചെയ്യുമ്പോഴും അവിടെ സ്വപ്നം കാണാൻ നമുക്ക് യാതൊരു വോയിസും ഇല്ല. എത്ര വലിയ സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടോ അത് നേടാൻ പറ്റുമെന്ന് ചരിത്രകാരനൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അങ്ങനെ മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കാറുണ്ട്. ഇത് ലൈഫിൽ യഥാർത്ഥത്തിൽ കൊണ്ടുവരാൻ പറ്റും. പണം ഒരു ഫാക്ടറാണ് തീർച്ചയായിട്ടും. ഇത് നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ നേടാൻ അത്ര എളുപ്പമാണോ? നല്ല പഠിത്തം കഴിഞ്ഞ കുട്ടികൾക്ക് കിട്ടുന്ന വരുമാനം നമുക്ക് ഇന്നറിയാം. ആ ലിമിറ്റ് വരുമാനത്തിൽ നമ്മൾ ജീവിച്ചു പോക്കുവാണ്. ആ ലിമിറ്റ് വരുമാനത്തിന്റെ അനുസരിച്ചുള്ള സ്വപ്നങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളൂ, നേടാൻ സാധിക്കുന്നുള്ളൂ. അതിൽ നമ്മൾ തൽക്കാലം കംഫർട്ടബിൾ ആണ്. നമുക്ക് ആ സമ്പത്ത് നമുക്ക് ഒന്നിച്ചുണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടാണ് ലൈഫിലെ ഏറ്റവും, വാട്ട് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഇൻ ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് അതാണ്. വാട്ട്സ് മേക്ക് എനിവൺ എ മില്യനയർ അല്ലെ? ഒരു നല്ലൊരു സാമ്പത്തികം നമുക്കറിയുന്ന ഒരു 1,00,000 രൂപ കൊണ്ട് ജസ്റ്റ് ജീവിച്ചു പോകാന്ന് മാത്രമേ ഉള്ളൂ. വലിയൊരു കാര്യമായിട്ട് അത് മാറുക നിങ്ങളുടെ ലൈഫിൽ. 1,00,000 രൂപ കൂടി അതിലാണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു ആശുപത്രി കേസ് വന്നാൽ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്, ഒരു വീട് വെക്കാനായിട്ട്, ഒരു കാറ് വാങ്ങിക്കാനായിട്ട്, അതൊക്കെ ഒരു കോമൺ കാര്യങ്ങളാണ്. അത് നമുക്ക് പലപ്പോഴും ഈ പണം ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് മാറുകയാണ്. ഒരാളെ മില്യണറാക്കുന്നത് പ്രധാനപ്പെട്ട ഫാക്ടർ തീർച്ചയായിട്ടും എന്തെങ്കിലും പ്ലാൻ നമുക്ക് വേണം, എന്തെങ്കിലും പ്രൊഡക്റ്റ് നമുക്ക് വേണം, ഒരു ബിസിനസ് നമുക്ക് വേണം നടത്തും. ജോലി കൊണ്ട് ഒരിക്കലും നമുക്ക് രണ്ടും മീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഈ മീനിങ്ഫുൾ ആയിട്ടുള്ള കുറെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം ഷെയർ ചെയ്യാം. വിച്ച് ഇസ് ബെറ്റർ? നമുക്ക് നോക്കാം. ഒരു ഗോവണി കാണിക്കുന്നുണ്ട്, ഒരു കയറ് കാണിക്കുന്നുണ്ട്. ഒരു കയറിലൂടെ നടന്നു പോകുന്ന ആൾക്കാർ ഭയങ്കര ബാലൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കറിയാം, ഗോവണിയും നമുക്ക് കടന്നു പോകാൻ പറ്റും. സോ എല്ലാവരും തന്നെ ഈ സെയിം സിറ്റുവേഷനിലാണ് കടന്നു പോകുന്ന. എല്ലാവരും ചിന്തിക്കുക, എന്ത് ചെയ്യും ആലോചിക്കുക മുമ്പോട്ട് പോകാൻ. ഞാനും എൻ്റെ അച്ഛനും അമ്മയോടും ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ലേറ്റീവ്സ് ചോദിച്ചു എന്ത് ചെയ്യും, എന്താണ് ഈ നമുക്ക് എങ്ങനെ ഈ അവസ്ഥ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. ലൈഫിൽ ഓരോ ദിവസവും ഓരോ സമയത്തും ഓരോ ഏജിലും വ്യത്യസ്തമായ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യണം. അപ്പൊ നമുക്കതിന് ഏത് ഡോറിലൂടെ പോകാൻ നമുക്കറിയില്ല. ആ റൈറ്റ് ഡോർ ഏതാണെന്ന് നമുക്കറിയില്ല. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കാം, അങ്ങനെ പോണോ ഇങ്ങനെ പോണോ, പല രീതിയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്കിവിടെ ഒരു യുണീക്ക് ബിസിനസ് പ്ലാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാണ്. നിങ്ങൾക്ക് ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എത്തിക്കാൻ ആവശ്യമായ സഹായകരമായിട്ടുള്ള വളരെ മീനിങ്ഫുൾ ആയിട്ടുള്ള സത്യസന്ധമായ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആ ഓപ്പർച്യൂണിറ്റി ശരിക്കും നമുക്ക് നമ്മുടെ കൂടെ വരുന്ന ആളുകളെ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുപോകാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിന്റെ പ്രത്യേകത, ഈ പ്ലാന്റെ പ്രത്യേകത, നമുക്ക് ഒന്നിച്ച് ചെയ്യാവുന്ന കാര്യമാണ്. ഫ്യൂച്ചറിസ്റ്റിക് ആണ്, വളരെയധികം ഫ്യൂച്ചറുള്ള ഒരു സംഗതിയാണ്. ഈ കാലഘട്ടത്തിൽ ഇനി വരുന്നൊരു 10 വർഷം ലോകത്ത് കാണാൻ പോണ ഒരു അതിശയമാണ് ഞാനിത് കാണുകയാണ്. ഒന്ന്, അതിനകത്ത് സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ എന്ന പ്ലാന്റെ പേര്. ഇത് 75% വരെ പേ ഔട്ട് ഉണ്ട്. ഒരു കോമ്പൻസേഷൻ പ്ലാനകത്ത് തരുന്നത്. 4 ഓർഗനൈസേഷനുകൾ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. നമുക്ക് വലിയ ഗ്രോ ചെയ്ത് പോകാൻ സാധിക്കും. നമുക്ക് കുറേയധികം ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്ര ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്താലും നമുക്ക് അതിന് വലിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് മന്ത്ലി പേ ഔട്ട് കിട്ടുന്ന സംഗതിയാണ്. അതിന് ലോയൽറ്റി പോലത്തെ സംഗതിയൊക്കെ ഉണ്ട്. കാര്യം നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചാൽ കിട്ടാത്തൊരു കാര്യം. 6 മാസം പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ 7ാമത്തെ മാസം 1 മാസം പ്രൊഡക്റ്റ് ഫ്രീ തന്നെ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ റേഞ്ച് പയറും പരിപ്പും കടലയൊഴിച്ച് അങ്ങനത്തെ ഐറ്റംസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇതിലൂടെ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ചിന്തിക്കാൻ പറ്റുന്ന സംഗതിയാണ്. എന്നെ അതിശയിപ്പിച്ച പല കാര്യങ്ങളൊന്നാണ് ഈ ലോയൽറ്റി ഒക്കെ. ഇപ്പൊ മോസ്റ്റ് അഡ്വാൻസ്ഡ് പ്ലാനാണ്. വേൾഡില് ഈ ഇൻഡസ്ട്രി വളരെ ശക്തമാണ്. 12 തരത്തിലുള്ള വരുമാനം നമുക്ക് തരുന്നുണ്ട്. അതിലൂടെ 72% പേ ഔട്ട് തരുന്നുണ്ട്. ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് 4 പില്ലറിലാണ്. ഒന്ന്, അതിന്റെ ഫൗണ്ടേഷൻ നമ്മളൊരു കൺസ്യൂമറായിട്ട് മാറണം. ഈ സെൽഫ് യൂസിന്റെ പ്രധാനപ്പെട്ട ആവശ്യം, ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച് നോക്കണം, അതിന്റെ ക്വാളിറ്റി എപ്പോഴും മനസ്സിലാവും. ദെൻ നമ്മൾ അതിന് അഡ്വൈസറായിട്ട് ആണെങ്കിൽ ആകാം. ഒരു പ്രൊഫൈഡ് കസ്റ്റമറായിട്ട് പ്രൊഡക്റ്റ് മാത്രം വാങ്ങിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം.
വേണ്ട എനിക്കൊരു ബേസ് ലെവൽ അഡ്വൈസർ ആവണമെങ്കിൽ അഡ്വൈസർ ആവാം. നമുക്ക് അങ്ങനെ ഇതിനകത്ത് പല കാര്യങ്ങളും നമ്മുടെ ട്രെയിനിങ് ഉണ്ട്, കണ്ടിന്യൂസ് ട്രെയിനിങ് നടക്കുന്നുണ്ട്. ആ ട്രെയിനിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് 8 മണിക്ക് DDMO, ഡെയിലി ഡിജിറ്റൽ മെത്തഡ് ഓഫ് ഓപ്പറേഷൻ, ലോകമൊട്ടാകെയുള്ള വ്യക്തികൾക്ക് സൂം പ്ലാറ്റ്ഫോമിലൂടെ ഈ കാര്യങ്ങൾ പരിചയപ്പെടാനും ട്രെയിൻ തരാനും ലീഡേഴ്സ് ഉണ്ട്. ഓഫ്ലൈൻ ഓൺലൈൻ മീറ്റിങ്ങുകളുണ്ട്. അതിലൂടെ ഞാൻ ഈ ബിസിനസ് ബിൽഡ് ചെയ്തിട്ട് ബിസിനസ് ബിൽഡേഴ്സ് ലീഡർഷിപ്പ് ലെവലിൽ നമുക്ക് എങ്ങനെ എന്തൊക്കെ ചെയ്യണം, ആ ലീഡർഷിപ്പിനെ കുറിച്ചുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള കോച്ചിങ് നമുക്ക് കിട്ടുന്നുണ്ട്. ബിസിനസ് ഐക്കോൺസ് നമ്മളെ സഹായിക്കാൻ ഇതിൽ വിജയിച്ച് വലിയ രീതിയിൽ വരുമാനം വാങ്ങിക്കുന്ന വ്യക്തികളെ അവരുടെ മെന്റർഷിപ്പ് കിട്ടുന്നുണ്ട്. അവരെങ്ങനെയാണ് വരുമാനം വാങ്ങിച്ചത്, ആ തരത്തിൽ മെന്റർഷിപ്പ് കിട്ടുന്നുണ്ട്. 12 വരുമാനം ഇതിനകത്തുണ്ട്, 72%. അത് നമ്മൾ എന്ത് വാങ്ങിക്കുമ്പോഴും നമുക്ക് സേവ് ചെയ്യുമ്പോൾ സേവിങ് കൺസെപ്റ്റിനായിട്ട് 33% വരെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ തന്നെ നമുക്ക് ലാഭവും. അപ്പോൾ പ്രിഫേർഡ് കസ്റ്റമർ ഇരുന്നാലും നമുക്ക് ലാഭകരമായിട്ട് പ്രോഗ്രസീവ് ബോണസ്. അഡ്വൈസർ ആണെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രസീവ് ബോണസ് ലഭിക്കും. പ്രിഫേർഡ് കസ്റ്റമർ ലഭിക്കില്ല, അവർക്ക് പ്രൊഡക്റ്റ് മാത്രം വാങ്ങിക്കാം, ലോയൽറ്റിയും എല്ലാം ഏൺ ചെയ്യാം, അങ്ങനെ പോകാൻ പറ്റും. അവർക്ക് ബിസിനസ് ബിൽഡിംഗ് താല്പര്യമില്ല. ബിസിനസ് ബിൽഡിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് അഡ്വൈസർ ആവുക. അപ്പോൾ അവർക്ക് പ്രോഗ്രഷൻ ബോണസ് അപ് ടു 6% വരെ 6% വരെ ലഭിക്കും. പവർ ഓഫ് 4 ഒരു വലിയ ഇൻട്രസ്റ്റിംഗ് ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതിൽ നമുക്ക് 5% ലഭിക്കും. അടുത്തൊരു റാങ്ക് ഓൺ ഡയറക്ടർ, ആ ഡയറക്ടർ ബോണസ് ആയിട്ട് 17% ലഭിക്കും. വാഹനം വാങ്ങിക്കാനുള്ള ഫണ്ട് അതിൽ കിട്ടും. ഡയറക്ടർ ആയി കഴിഞ്ഞാൽ വാഹനം വാങ്ങിക്കാനുള്ള ഫണ്ടും ഡയറക്ടർ ബോണസും ഇന്ത്യ ഒട്ടാകെ ഇറങ്ങാനുള്ള ഒരു അവര് സെലക്ടഡ് സ്ഥലത്തൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോകാനുള്ള ബോണസ് ഒക്കെ ലഭിക്കും. അതിന് പിന്നെ മെന്റർഷിപ്പ് ബോണസ് അത് 15%. വേൾഡ് ടൂർ, ലോകം മുഴുവൻ കാണാനുള്ള അങ്ങനത്തെ ഫണ്ടുകൾ, ലക്ഷറി കാർ വാങ്ങിക്കാനുള്ള ഫണ്ടുകൾ, ഡ്രീം ഹൗസ് ബോണസ്, വീട് വെക്കാനുള്ള ഫണ്ടുകൾ, റെഡ് ഡയമണ്ട് ബോണസ്, ക്ലബ് ബോണസ്, ബ്ലൂ ഡയമണ്ട്, അങ്ങനത്തെ 12 തരം വരുമാനങ്ങൾ. ഇത് ലക്കിലി എനിക്കിനകത്ത് ആദ്യത്തെ 10 വരുമാനം എനിക്ക് നേടാൻ സാധിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ അതുകൂടി ആദ്യം ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. 5 വർഷം ചെയ്തിട്ട് എൻ്റെ വൈഫാണ്, വൈഫിന്റെ പേര് ബിസിനസ് ലിഷ പ്രകാശ്. അപ്പോ അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ട് അതിനെ ഞാൻ സപ്പോർട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് ഇതിന്റെ ലക്ഷറി കാറ് ഒരെണ്ണം ഒരു SUV കാറ് വാങ്ങിക്കാൻ പറ്റി, 13 ലക്ഷത്തിന്റെ കാറ് വാങ്ങിക്കാൻ സാധിച്ചത് ഇതിന്റെ ഫണ്ട് കൊണ്ടാണ്. ട്രിപ്പുകൾ എൻജോയ് ചെയ്യാൻ സാധിച്ചു, ഏൺ ചെയ്യാൻ സാധിച്ചു. ഇപ്പൊ ഈ ട്രിപ്പ് അടുത്ത മാസം പോവുകയാണ്. വരുന്ന മാസങ്ങളിൽ ട്രിപ്പുകൾ എല്ലാ വർഷവും നമുക്ക് ഓരോ രാജ്യങ്ങളിൽ പോകാനുള്ള അവസരമുണ്ട്. സോ ഇതൊക്കെ എന്റെ കൂടെ കിട്ടുന്നത്. ഇനി എന്താണ് നമുക്ക് നോക്കാം. നമുക്ക് എന്ത് വാങ്ങിക്കുമ്പോഴും നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് 33% വരെ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ട്. അത് കൊടുക്കുവാണെങ്കിൽ 33% നമുക്ക് ലാഭമുണ്ട്. ഞങ്ങൾ കുറെ നല്ല കൺസ്യൂമറാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഫ്രണ്ട്സിന് ഞാൻ റിലേറ്റീവ്സിനൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ ലോയൽറ്റി പ്രോഗ്രാം, 6 മാസം പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ 1 മാസം പ്രൊഡക്റ്റ് ഫ്രീ, 12 മാസം വാങ്ങിച്ചാൽ 2 മാസം പ്രൊഡക്റ്റ് ഫ്രീ, അതിൽ മൊത്തം 1 വർഷം 3 മാസം പ്രൊഡക്റ്റ് ഫ്രീ കിട്ടുന്ന ലോയൽറ്റി പ്രോഗ്രാം. അത് പിന്നീട് പറയാം. അത് 30,000 വരെ പ്രൊഡക്റ്റ്, 30,000 വരെ പ്രൊഡക്റ്റ് വരെ 1 വർഷം നമുക്ക് ഫ്രീ കിട്ടുന്നുണ്ട്. നമുക്ക് നോ നെറ്റ്വർക്ക് മീൻസ് നോൺ സക്സസ്. നമുക്ക് ഏത് ഫീൽഡ് നോക്കാം, ഒരു ഫിലിം ഫീൽഡ് നോക്കാം. ഒരു ഡയറക്ടർ സംവിധാനം ചെയ്യുന്നു, പ്രൊഡ്യൂസർ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പക്ഷെ അവിടുത്തെ ഫോട്ടോഗ്രാഫറും അവിടുത്തെ ക്യാമറമാനും അവിടുത്തെ എഡിറ്ററും ലിറിക്സ് പാടുന്ന പാട്ട് പാടുന്ന ആൾക്കാർ, അഭിനയിക്കുന്ന ആൾക്കാർ എല്ലാവരുടെ ഒരു കോമ്പിനേഷൻ ആണ്. അതിന്റെ നെറ്റ്വർക്ക് ആണ് സക്സസ് എന്ന് പറയുന്നത്. ഒരു കോളേജ് എടുത്ത കോളേജിലെ പ്രിൻസിപ്പാൾ മാത്രമല്ല, അവരുടെ മാനേജ്മെന്റും അവിടുത്തെ കംപ്ലീറ്റ് അധ്യാപകരും ആ കുട്ടികളടങ്ങുന്ന ആ ടീമാണ് അവിടെ സക്സസ് പറഞ്ഞാൽ. ഒരു ഗവൺമെന്റ് എടുത്ത ഗവൺമെന്റിലെ ഗവർണറും ചീഫ് മിനിസ്റ്ററും അടക്കം അവരുടെ താഴെയുള്ള മന്ത്രിമാരും അവരെ ചുറ്റിപ്പറ്റിയുള്ള കുറേയധികം കളക്ടർമാരും ഓരോ ഡിസ്ട്രിക്റ്റിലെ കളക്ടർമാർ അടങ്ങുന്ന അവരുടെ കോമ്പിനേഷൻ ആണ് ആ സംസ്ഥാനത്തിന്റെ സക്സസ് പറഞ്ഞാൽ. രാജ്യം എടുക്കുമ്പോൾ പ്രസിഡന്റും പ്രധാനമന്ത്രിയും അവരുടെ താഴെയുള്ള മിനിസ്റ്റേഴ്സും എല്ലാം ചേരുന്ന കോമ്പിനേഷനും ഓരോ സ്റ്റേറ്റും കൊടുക്കുന്ന അവരുടെ നെറ്റ്വർക്കിന്റെ പവറുമാണ്, ആ കോമ്പിനേഷൻ ആണ് സക്സസിന് കാരണം. അപ്പോ ഏത് ഓർഗനൈസേഷൻ എടുത്താലും നെറ്റ്വർക്ക് ഇല്ലാതെ പോകില്ല. അത് ബിൽഗേറ്റ്സ് ആയിക്കോട്ടെ, നമുക്ക് ബിൽഗേറ്റ്സ് മൈക്രോസോഫ്റ്റിന്റെ ഓണറാണ്. അദ്ദേഹം ഒരു സാധാരണക്കാരനായിരുന്നു. അത് നെറ്റ്വർക്ക് ഓൾ ഓവർ ദി വേൾഡ് എത്തിയതാണ് അധികം സക്സസ് ആകാൻ കാരണം. ഇതുപോലെ ഏത് ഓർഗനൈസേഷൻ നെറ്റ്വർക്കാണ് അവിടെ പവർ എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ ഇൻഡസ്ട്രിയിലെ ക്ലാസ്സുകൾ പങ്കെടുത്തപ്പോഴാണ്. 2 പ്രോഗ്രഷൻ ബോണസ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ച് റെഫർ ചെയ്തും ഏൺ ചെയ്തും കിട്ടുന്നതാണ് പ്രോഗ്രഷൻ ബോണസ്. അങ്ങനെ നമുക്ക് ഒരു 6% വരെ ഇതിനകത്ത് പ്രോഗ്രഷൻ ബോണസ് ലഭിക്കും. ഇതിനകത്ത് അക്രിമേറ്റീവ് കാര്യമൊന്നുമില്ല. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ കുറവാണ്, സീറോ ഇൻവെസ്റ്റ് പറയാം. നമുക്ക് ഏത് സ്ലാബിലേക്കും കയറി പോവാം, ഏത് ഹയസ്റ്റ് ടൈറ്റിൽ നമുക്ക് നേടാം. നമ്മുടെ വിദ്യാഭ്യാസം ഒന്നും ഇന്ന് മാർഗ തടസ്സമല്ല.
പ്രോഗ്രഷൻ ബോണസ് ഇതിനൊരു പോയിന്റ് വാല്യൂ സംഭവമുണ്ട്. പോയിന്റ് വാല്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞുതരാം. ഒരു പോയിന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബിസിനസ് വരുമ്പോൾ ഈ പോയിന്റ് വാല്യൂ മാത്രമേ പറയുള്ളൂ. ഒരു പോയിന്റ് വാല്യൂ എന്ന് പറയുമ്പോൾ 27 ബിസിനസ് വോളിയം BV എന്ന് പറയും. റുപ്പീസ് കണക്കിൽ പറയുമ്പോൾ ഏതാണ്ട് 54 രൂപ. അത് ആദ്യം അറിയാൻ വേണ്ടി മാത്രമാണ് റുപ്പീസ് കണക്കിൽ പറയും. ഇവിടെ BV എന്ന് മാത്രമേ ബിസിനസ് വോളിയം എന്ന് മാത്രമേ പറയുള്ളൂ. ഇവിടെ ഒരു പോയിന്റ് വാല്യൂ 15 to 49 പോയിന്റ് വാല്യൂ വരുമ്പോൾ 2% തൊട്ട്, അത് 50 പി എത്തുമ്പോൾ 3%, 200 പി എത്തുമ്പോൾ 4%, 400 പി എത്തുമ്പോൾ 5%, 700 പി എത്തുമ്പോൾ 6%. അങ്ങനെ നമുക്ക് 6% തൊട്ട് 6% മാക്സിമം ലഭിക്കുന്നതാണ് ഇതിന്റെ പ്രോഗ്രഷൻ ബോണസ്. അതുപോലെ പവർ ഓഫ് 4 കാണിച്ചിട്ടുണ്ട്. നമുക്കൊരു 4 ഓർഗനൈസേഷൻ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കമ്പനി തരുന്ന വലിയൊരു 4 ഓർഗനൈസേഷൻ ജസ്റ്റ് അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ജസ്റ്റ് പ്രൊഡക്റ്റ് വാങ്ങിച്ച് കൊണ്ട് അവരെ സ്റ്റാർട്ട് ചെയ്യിക്കാൻ കമ്പനി സഹായിക്കുക നമ്മളെ. അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് നമുക്ക് മന്ത്ലി ബെനിഫിറ്റ്സ് വേറെ. ഇപ്പോൾ ഒരു 15 PV പോയിന്റ് വാല്യൂ ഒരു മാസം നമ്മൾ ചെയ്താൽ മതി. ഇതാണ് ആക്ടിവേറ്റ് ഫോർ അഡ്വൈസേഴ്സ്. പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കൺസ്യൂമർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ താല്പര്യമുള്ള നമുക്കൊരു 4 പേര് നമ്മൾ ബിസിനസ് വരുമ്പോൾ അവർ ചെയ്യുന്ന ജസ്റ്റ് 50 PV ഒരു 3000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന 4 പേര് നമ്മുടെ ഏറ്റവും ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്. ഞാൻ എൻ്റെ ബ്രദറിലോ, അല്ലെങ്കിൽ എൻ്റെ അനിയൻ, എൻ്റെ ചേട്ടൻ, എൻ്റെ സിസ്റ്റർ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ കൂട്ടുകാരനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പൊ അങ്ങനെ അവർക്കും ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അവർക്ക് വലിയ വരുമാനം ഉണ്ടാക്കാനും അവരുടെ സൗന്ദര്യം മെച്ചപ്പെടുത്താനും വളരെ അങ്ങനെ ഇതിലുള്ള വലിയൊരു കോമ്പിനേഷനാണ്. ലോകത്ത് കിട്ടാവുന്ന ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഇന്ത്യൻ പ്രൈസിന് ലഭിക്കുന്നു. ഇതാണ് ഈ ഇൻകം നമ്മൾ ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത്ര നമുക്ക് ഇൻകം കിട്ടുന്നു. പക്ഷെ അതല്ല അട്രാക്ഷൻ. ഈ പവർ ഓഫ് 4 എന്നുള്ളൊരു പ്രഖ്യാപനം വരുന്ന അങ്ങനെ 4 ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് കമ്പനി നമുക്ക് വലിയ ടാർഗറ്റ്, വലിയൊരു അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ സഹായിക്കുക. ഈ പവർ ഓഫ് 4 ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു മൈൽ സ്റ്റോൺ നമ്പർ 1 എത്തുമ്പോൾ നമുക്കൊരു 1000 rupees ക്യാഷ് അവാർഡ് കമ്പനി തരികയാണ്. നല്ല പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങുന്നു. നമ്മൾ ഉപയോഗിച്ചു, നമ്മൾ ഷെയർ ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. എൻ്റെ വീട്ടിലൊരു മീറ്റിംഗ് വെച്ചു. ഞാൻ കുറച്ച് പേരെ ഇൻവൈറ്റ് ചെയ്തു. കുറച്ച് പേര് വന്നു. അവർക്ക് പ്രൊഡക്റ്റിന് ഡെമോൺസ്ട്രേഷൻ കണ്ടപ്പോൾ അവർക്ക് ആ ഡെമോൺസ്ട്രേഷൻ അവരെ ഇത് അട്രാക്ട് ചെയ്തു. ഞാനും ഇതിനെ ഡെമോൺസ്ട്രേഷൻ കണ്ട ബിസിനസ് വന്നു. സോ അങ്ങനെ വന്ന ആളുകളാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അവർ കുറെ പേര് പ്രിപ്പയർഡ് കസ്റ്റമർ ആയിട്ട് പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിക്കുന്നതായിട്ട് മാറി രജിസ്റ്റർ ചെയ്ത് വാങ്ങിച്ചു. അഡ്വൈസേഴ്സ് അവരുടെ ഡോക്യുമെന്റ്സ് തന്നിട്ട് രജിസ്റ്റർ ചെയ്യണം. മറ്റൊരു ഡോക്യുമെന്റ്സ് തരാതെ രജിസ്റ്റർ ചെയ്യാം. അതിന് പ്രിപ്പയർഡ് കസ്റ്റമർ. അവർക്ക് വരുമാനം ലഭിക്കില്ല, പ്രൊഡക്റ്റിന്റെ എല്ലാ ബെനിഫിറ്റ് ലഭിക്കും. ലോയൽറ്റി 6 മാസം ഉപയോഗിച്ചാൽ 7 മാസത്തെ ഫ്രീ ആക്കി ലഭിക്കും. അങ്ങനെ ലോയൽറ്റി കസ്റ്റമറായി ഇതേ രീതിയിൽ ഒരു ബിസിനസ് ബിൽഡ് ചെയ്തു. അപ്പോ ആ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് ഒരു ലെവല്, സെക്കൻഡ് ലെവല്, അങ്ങനെ പോകുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു ഫസ്റ്റ് മൈൽ സ്റ്റോൺ എത്തും, ഡയറക്ടർ എന്ന് പറയും. ആ ഡയറക്ടർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പനിയുടെ ഡയറക്ടർ ബോണസ് 17% കൂടുതലേക്ക് നമ്മൾ പ്രവേശിക്കുക. അത് ഡയറക്ടർ ബോണസ് ഉടനെ ലഭിക്കും. പിന്നെ കൂടാതെ ആ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയ എല്ലാവർക്കും തന്നെ വാഹനം വാങ്ങിക്കാനുള്ള ഒരു 2500 രൂപ പെർ മന്ത്ലി ഒരു ബോണസ് ലഭിക്കും. വെഹിക്കിൾ ബോണസ് ആയിട്ട് ഡയറക്ടറായ ഒരാൾക്ക് കിട്ടുന്ന ആനുകൂല്യമാണ്. അടുത്ത ആനുകൂല്യം അവർക്ക് ഇന്ത്യ ഒട്ടാകെ യാത്ര ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുക, നാഷണൽ ട്രാവൽ ബോണസ്. ഇത് ഒരു 5000 വരെ ഒരു മാസം ലഭിക്കും. ഈ 3 ബോണസാണ് ഡയറക്ടർക്ക് ലഭിക്കുന്നത്. ഇതിനുശേഷം അത് 6 ഇൻകം ആയിപ്പോൾ തന്നെ ഡയറക്ടർ ലെവലത്തിന് 6 ഇൻകം ആയി കഴിഞ്ഞു. ഇനി അത് ഈ 3 ഇൻകം, ഡയറക്ടർ ബോണസ്, വെഹിക്കിൾ ബോണസ്, നാഷണൽ ട്രാവൽ ബോണസ്. ഇത് 15% ഡയറക്ടർ ബോണസ്, 3% വെഹിക്കിൾ ബോണസ്, 4% ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കാനുള്ള ഫണ്ട്. അപ്പോൾ ഓരോ ഫണ്ടും വ്യത്യസ്തമാണ്. വെഹിക്കിൾ ബോണസ് 2500 രൂപ നമുക്കൊരു മാസം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ ഒരു ചെറിയ ഒരു 50,000 രൂപ തൊട്ട് 1 ലക്ഷം വരെയുള്ള ബൈക്ക് നമുക്ക് എടുക്കാൻ പറ്റും. നാഷണൽ ട്രാവൽ ബോണസ് നമുക്കൊരു 5000 രൂപ നമുക്ക് ലഭിക്കുക. അപ്പൊ നമുക്ക് നല്ല ടൂർ ഫണ്ട് കിട്ടാനുള്ള ഫണ്ട് നമുക്ക് ലഭിക്കുക. ഇനി എങ്ങനെയാണ് അടുത്ത ബിസിനസ് എക്സ്പാൻഷൻ നടത്തുന്നത്? ഇതൊരു ബിസിനസ്സാണ്. നമ്മൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ നമ്മുടെ ടീമിൽ വരുന്ന ആൾക്കാരെ വിജയിപ്പിക്കാനുള്ള മാർഗങ്ങൾക്ക് തിരിയാം. അങ്ങനെ നമ്മൾ കൊണ്ടുവന്നിരുന്ന നമ്മുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത്, നമ്മുടെ ബ്രദറിലോ ആയിക്കോട്ടെ, നമ്മുടെ സിസ്റ്റർ ആയിക്കോട്ടെ, അവരെ ഡയറക്ടർ റാങ്കിലേക്ക് എത്താൻ അവരുടെ ഗ്രൂപ്പും ഇതേപോലെ പവർ ഓഫ് 4 വെച്ച് തന്നെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ അവർക്കും ഒരു ഡയറക്ടറായി കഴിഞ്ഞ ഒരു 5000 rupees ഏറ്റവും വേറെ മിനിമം ഇൻകം അവർക്ക് ലഭിക്കും. 5000 തൊട്ട് ഒരു 10,000 വരെ ഇടയായിട്ടുള്ള ഇൻകമാണ് ഡയറക്ടർ ലഭിക്കുന്നത്. സീനിയർ ഡയറക്ടർ ആകുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾ ഡയറക്ടറാക്കി നമ്മൾ സീനിയർ ഡയറക്ടർ ആകും. അപ്പൊ നമുക്ക് ഓർഗനൈസേഷനിൽ 900 പോയിന്റ് വാല്യൂ PGVV നമുക്ക് വേണം. നമ്മൾ ബാക്കിയുള്ള ഒരു വ്യക്തി ഡയറക്ടർ, ബാക്കി 3 ഗ്രൂപ്പിലെ ബിസിനസ്സും നമ്മുടെ പേഴ്സണൽ ബിസിനസ് അടക്കം 900 PGV വന്നാൽ നമുക്ക് സീനിയർ ഡയറക്ടർ ലെവലിൽ ക്വാളിഫൈ ചെയ്യാം. നമ്മുടെ 3 ഓർഗനൈസേഷനിലും രണ്ട് ഓർഗനൈസേഷൻ വിജയിക്കുമ്പോൾ
നമ്മൾ അറിയപ്പെടുന്ന എക്സിക്യൂട്ടീവ് ഡയറക്ടറിന്. ആ സമയത്ത് 600 PGB ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ PU 50 ചെയ്താലും മതി, നമുക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാങ്കിലേക്ക് എത്താം. അതിന് ഓരോരോ ഭയങ്കര രസകരമായ നേട്ടങ്ങൾ നേടുന്നുണ്ട്. സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇത് കാറാച്ചേരി കൂടിയാണ്. സീനിയർ ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 20,000 വരെ വരുമാനം വാങ്ങിക്കാവുന്ന കാര്യം ഞാൻ കൂടെ ആഡ് ചെയ്യാം. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നോക്കണം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, മറ്റുള്ള സപ്പോർട്ടീവ് ഉണ്ട്, ലീഡർഷിപ്പ് ലെവൽ എടുത്തുകൊണ്ട് നമുക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയ, ഇപ്പൊ ഇന്ത്യ ഒട്ടാകെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയ ബിസിനസ്സാണ്. എക്സിക്യൂട്ടീവ് റാങ്കിൽ 2 ഓർഗനൈസേഷൻ ഡയറക്ടർ ആക്കിയാൽ നമുക്ക് ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ പോകാനുള്ള അവസരം കൂടി ലഭിക്കുക വരുമാനത്തിന് പുറമെ. സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടറിന് 3 ഓർഗനൈസേഷനെ ഡയറക്ടർ ആക്കി ഡെവലപ്പ് എടുത്ത് പോകണമെങ്കിൽ നമുക്ക് ഒരു 70,000 വരെ വരുമാനം വാങ്ങിക്കാം. VD ലെവലിൽ ഒരു 50,000 വരെ വരുമാനം വാങ്ങിക്കാം. ഇനി പ്ലാറ്റിനം ലെവലില് നമ്മുടെ 4 ഓർഗനൈസേഷൻ ഡയറക്ടർ ആക്കുമ്പോൾ കമ്പനി നമുക്ക് വീട് വെക്കാനുള്ള ഫണ്ട് തരിക. കാറ് വെക്കാനുള്ള ഫണ്ട് ഈ SCD റാങ്കില് കാറ് വെക്കാനുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് ഞാൻ കാറ് വാങ്ങിച്ചത്. 13 ലക്ഷത്തിന്റെ ഒരു മഹീന്ദ്ര കാർ എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് ഈ പ്ലാൻ മുഖാന്തരമാണ്. നമുക്ക് ജോലി കൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു കാര്യം നേടാൻ സാധിക്കില്ല. ദെൻ പ്ലാറ്റിനം ഡയറക്ടറില് 4 ഓർഗനൈസേഷൻ ഡയറക്ടറാക്കി നമുക്ക് ഹൗസ് ഫണ്ട് കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ് കിട്ടുന്നത് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പൊ ഡയറക്ടർ ലെവലിൽ ഫസ്റ്റ്, ദെൻ ഒരു ഓർഗനൈസേഷൻ താഴെ ഡയറക്ടർ ആക്കുമ്പോൾ നമ്മൾ സീനിയർ ഡയറക്ടർ റാങ്കിലേക്ക് എത്തുന്നു. അപ്പോൾ ചെയ്യേണ്ട കാര്യം, ഡയറക്ടർ ലെവലിൽ നമുക്ക് 1100 പോയിന്റ് വാല്യൂ, ഏതാണ്ട് 60,000 ബിസിനസ് ചെയ്താൽ മതി. സീനിയർ ഡയറക്ടർ ലെവലില് നമുക്ക് അപ്പോഴും ഒരു ടീം 60,000 ബിസിനസ് അവരും അവരുടെ ഓർഗനൈസേഷനും കൂടി ചെയ്തപ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തു. ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ടീം വർക്കാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. ടീം എന്ന് പറയുമ്പോൾ ടുഗദർ എവരിബഡി അച്ചീവ് സ്മോൾ, അങ്ങനെ ഒന്നിച്ച് ചേർന്നുകൊണ്ടുള്ള എല്ലാവരുടെയും കോമ്പിനേഷൻ ചെയ്യണം. ഇവിടെ ഇപ്പൊ ഏഴ് ഗ്രൂപ്പിൽ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ബിനെയും സിനെയും ഡിനെയും അറിയിക്കുകയാണ്. അപ്പൊ അവരുടെ ടീമുകൾ അവിടെ കൊണ്ടുവന്നു, അവർക്കും ഫ്രാഞ്ചൈസി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഈ ഫ്രാഞ്ചൈസി തൊട്ടാണ് ഇതിനകത്ത് രസകരമായ കാര്യം. ഇതേപോലെ നമുക്കറിയുന്ന ഏറ്റവും ഒരു കമ്പനിയാണ് മക്ഡൊണാൾഡ്സ്. ഇലിനോയ്സിൽ US സ്റ്റാർട്ട് ചെയ്ത കമ്പനി. റേ ക്രോക്ക് എന്ന വ്യക്തിയാണ് ഈ ഫ്രാഞ്ചൈസി തൊട്ട് അവർ ചെയ്യാൻ സഹായിച്ചത്. ഇന്ന് ലോകത്തിന്റെ മുക്കിനും കോണിലും, ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും, അവിടെ എല്ലാം കേരളത്തിന്റെ നിരവധി സ്ഥലത്ത് മക്ഡൊണാൾഡ്സിന്റെ കൗണ്ടർ ഉണ്ട്. അത് സ്റ്റാർട്ട് വെച്ച റേ ക്രോക്സ് എന്ന വ്യക്തിയാണ്. ആ ഫ്രാഞ്ചൈസി ഓരോ മണിക്കൂറുകൾ നടന്നുകൊണ്ടിരിക്കും. ആ ലെവലിലേക്ക് കൂടി. അപ്പൊ അത്രയും 10,000-കണക്കിന് ഫ്രാഞ്ചൈസികളാണ് ഓൾ ഓവർ ദ വേൾഡ് വന്നേക്കുന്നത്. അമേരിക്ക സ്റ്റാർട്ട് ചെയ്ത ആ ഫ്രാഞ്ചൈസി തൊട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രാഞ്ചൈസി തൊട്ട് ഓൾ ഓവർ ഇന്ത്യ ഇപ്പോൾ ഡയറക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇങ്ങോട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് 20 രാജ്യങ്ങളിലേക്ക് എത്തുകയാണ്. ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യാൻ ഒരു അവസരം ഇതിലൂടെ ലഭിക്കുകയാണ്. എന്റെ ബിസിനസ് കേരളത്തിൽ 14 സ്റ്റേറ്റ് ഉണ്ട്. ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അവര് കുളിക്കും പല്ലേക്കും പാത്രം കഴിയുന്ന അവസ്ഥയ്ക്ക് മാറുമ്പോൾ അവർക്ക് എല്ലാവർക്കും വരുമാനം കിട്ടുന്നൊരു വലിയൊരു പ്രൊഡക്റ്റിനകത്തുണ്ട്. അത്ര ഹയസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റിനകത്ത് ഉപയോഗിക്കുന്ന കാര്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്നത്. ഈ ക്വാളിറ്റി ഇന്ത്യൻ മാർക്കറ്റിൽ വിരലിടാവുന്ന കമ്പനികൾക്ക് മാത്രമേ ഉള്ളൂ. അത് ഫുൾ ഗ്യാരണ്ടി. ഇനി അപ്പൊ നമ്മൾക്ക് അങ്ങനെ ഒരു ടീം ഡെവലപ്പ് ചെയ്യപ്പോൾ എയുടെ ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യപ്പോൾ നമ്മൾ സീനിയർ ഡയറക്ടറായി. അതേപോലെ 2 ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി. 3 ഗ്രൂപ്പ് ഡെവലപ്പ് നമ്മൾ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ SCD ലെവലെത്തി. 4 ഗ്രൂപ്പ് ഡയറക്ടർ ആകുമ്പോൾ നമ്മൾ പ്ലാറ്റിനം ലെവലെത്തി. ഇപ്പൊ കമ്പനിയുടെ 10 വരുമാനം കിട്ടുന്ന ലെവലാണ്. ഞാൻ വരുമാനം എന്താണെന്ന് അറിയണ്ടേ? നമുക്ക് നോക്കാം. 7ാമത്തെ വരുമാനം, 6 വരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 7ാമത്തെ വരുമാനം മെന്റർഷിപ്പ് ബോണസാണ്. അത് 15%. എല്ലാ സീനിയർ ഡയറക്ടറിനും അപ്പോൾ ഇത് എൻജോയ് ചെയ്യാം. ഈ ബോണസ് ഞാൻ പറഞ്ഞു, ഒരു ഓർഗനൈസേഷന്റെ ഗ്രൂപ്പ് വോളിയം താഴെ 3600 പോയിന്റ് വാല്യൂ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് മാത്രം ഒരു 10-20,000 വരെ വരുമാനം എൻ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്കി. മെന്റർഷിപ്പ് ബോണസ് അത്രയും വാല്യുബിൾ ആണ്. 3600 GP വരുമ്പോൾ നിങ്ങൾ ഡയറക്ടർ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല വരുമാനം ലഭിക്കുന്ന ഒരു അവസരം. ഇനി 2 ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് കിട്ടുന്ന ലോകത്തിന്റെ പല രാജ്യങ്ങളും ഫ്രീ ഓഫ് കോസ്റ്റ് കാണാനുള്ള ഭാഗ്യമുണ്ട്. ഒരു മാസം 30,000 വരെ ഈ വേൾഡ് ടൂർ ഫണ്ടായിട്ട് കമ്പനി നമുക്ക് തരുന്നുണ്ട്. അത് ക്യാപ്പിംഗ് മാക്സിമം അത്രേ തരുള്ളൂ. ലക്ഷറി കാറിന് നമുക്ക് 5% കമ്പനി തരുന്നുണ്ട്. അത് മാക്സിമം ഒരു മാസം 40,000 വരെ കാർ വാങ്ങിക്കാനുള്ള ഫണ്ട് തരുന്നുണ്ട്. ഇത് കാർ വാങ്ങിക്കുമ്പോൾ മാത്രമേ തരുള്ളൂ. അതൊരു കമ്പനി സൂക്ഷിച്ചു വെക്കും. നമ്മൾ കാർ വാങ്ങിക്കാൻ നേരത്ത് കാർ വാങ്ങിക്കണ ഷോറൂമിൽ പോയി അവിടെ ഇൻവോയ്സ് വാങ്ങിക്കുന്നു, കമ്പനിക്ക് അയച്ചു കൊടുക്കുന്നു, കമ്പനി അവർക്ക് നേരെ ഫണ്ട് അയച്ചു കൊടുക്കുന്നു. അപ്പൊ നമുക്ക് യാതൊരു എക്സ്പെൻസും കൂടാതെ നേരെ കാർ വാങ്ങിക്കാൻ പറ്റുന്ന അവസരം. ഞാൻ അങ്ങനെ കാർ വാങ്ങിച്ചത്. എന്റെ പ്രിയപ്പെട്ട എന്റെ സ്പോൺസേഴ്സ് ലിഷ സാറും ദിനേശ് സാറും വന്നാണ് എനിക്ക് ലിഷയ്ക്കുമായിട്ട് ഈ കാർ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അത് ഫേസ്ബുക്കിൽ അത് അന്ന് പോസ്റ്റ് ചെയ്തു.
ഇന്നും എല്ലാവരും പലരും ചോദിക്കുന്നുണ്ട്. പല ബിസിനസ് വരാൻ കാരണം ആ ഫേസ്ബുക്ക് പോസ്റ്റാണ്. വൈഫാണ് ഇത് ബിസിനസ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഇത് ആക്റ്റീവായിട്ട് രംഗപ്രവേശം ചെയ്തേക്കാണ്. എന്നിട്ട് നമ്മുടെ ലക്ഷ്യം എങ്ങനെ ഏറ്റവും പെട്ടെന്ന് ഇപ്പോൾ ഒരു 7.5 കോടി ബിസിനസ് എങ്ങനെ പെട്ടെന്ന് 100 കോടി എത്തിക്കാൻ പറ്റുന്ന പ്ലാനില്ല. ഇത് അത്രയധികം ജനങ്ങളെ ഇതിനകത്ത് ഓരോ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഓരോരുത്തരുടെ ലൈഫ് ടോട്ടലി മാറ്റിമറിയാം. കുറെ പേരുടെ ജോയിന്റ്സ് പെയിന്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ടി, കുറെ പേരുടെ UTI പ്രശ്നം മാറിക്കിട്ടി, കുറെ പേരുടെ കാഴ്ചശക്തിയുടെ പ്രശ്നം മാറിക്കിട്ടി, കുറെ പേരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സാധിച്ചു, കുറെ പേരുടെ മുടി കൊഴിച്ചിൽ മാറിക്കിട്ടി. അങ്ങനെ കുറെ പേരുടെ ഡയബറ്റീസ്, എനിക്കും ഡയബറ്റീസ് ആയിരുന്നു, അത് കൺട്രോൾഡ് ആക്കാൻ സാധിച്ചു. ഇങ്ങനെ അത്ഭുതകരമായ മാറ്റങ്ങൾ. അസുഖം മാറ്റുന്ന മരുന്നൊന്നുമല്ല, ഫുഡ് സപ്ലിമെന്റ്സ് അടക്കം നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചം ഡെറിവേറ്റീവ് ആയിട്ടുള്ള കെമിക്കൽസ് ഇല്ലാത്ത ഉൽപ്പന്നങ്ങളുടെ ഒരു വൻ ശേഖരമാണ് ഈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉപയോഗിക്കാനുള്ള ഭാഗ്യം ലഭിക്കുക. ഇത് 4 ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇന്ന് ഹൗസ് ഫണ്ട് കിട്ടാനുള്ള ലെവലിലേക്ക് എത്തി. ഇത് 50,000 വരെ നമുക്ക് മന്ത്ലി കിട്ടുന്നു. ഇത് കൂടാതെ ഇനി അടുത്ത് നോക്കുക, ഈ പിക്ചറാണ് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായി. ഈ പരത്തില് നിരത്തില് ഇങ്ങനെ പരന്നു കിടക്കുന്ന ആ വേര് വൃക്ഷങ്ങളുള്ള ഒരു വൃക്ഷത്തിന് ഒരു നല്ല മഴയോ നല്ല കാറ്റോ വന്നാൽ മറിഞ്ഞു വീഴും. ഇപ്പുറത്തെ മരം നോക്കി, ഈ മരം നല്ല ഡീപ്പ് റൂട്ടഡാണ്. അങ്ങനത്തെ മാവ് പ്ലാവ് നിങ്ങൾക്ക് അറിയാം. അങ്ങനത്തെ മരങ്ങൾ ഒരിക്കലും അത് ഒരു കൊമ്പ് ഒടിഞ്ഞാലും ആ മരം ഒടിയതില്ല. അപ്പൊ ഇത്തരം മരത്തിലുള്ള ഒരു ബിസിനസ് ആണ് ബിൽഡ് ചെയ്യേണ്ടത്. ഇതിനാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഇത് പഠിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് അതിനുവേണ്ടി കൂടുതൽ ഓർഗനൈസേഷൻ ഒന്നും ആവശ്യമില്ല. 2 2 ഓർഗനൈസേഷൻ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത്. അത് കുറെ ഫാസ്റ്റായിട്ട് പോകാൻ സാധിക്കില്ല. അതിന് പരിമിതികളുണ്ട്. ഒരു ക്രേസി ആയിട്ടുള്ള ഒരു 4 വീലർ എങ്ങനെ ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും നേടാൻ എത്ര ദൂരം പേര് പോയാലും നമുക്ക് യാതൊരു ക്ഷീണം ഉണ്ടാവില്ല. ബെറ്റർ ക്ലാസ്സിൽ യാത്ര ചെയ്യാം, 1000s of മൈൽ യാത്ര ചെയ്യാം. നമുക്ക് എല്ലാ സ്വപ്നം പൂർത്തീകരിക്കാനും അതിന് സാധിക്കും. അപ്പോ ഇതൊരു വലിയൊരു ചോയ്സ് ആണ് നിങ്ങളുടെ. ഈ റാങ്കുകളുണ്ട്, ടൈപ്സ് ഓഫ് ഇൻകം. ഇപ്പോൾ ഡയറക്ടർ ലെവലില് നിങ്ങൾക്ക് 1200 PV മതിയെങ്കിൽ സീനിയർ ഡയറക്ടർ ലെവലില് നിങ്ങൾ ഒരു വ്യക്തി ഡയറക്ടർ ആയിക്കൊണ്ട് സീനിയർ ഡയറക്ടർ ആവാം. അവിടെ ഞാൻ പറഞ്ഞു, ഒരു 15,000-20,000 രൂപ വരുമാനം വാങ്ങിക്കാൻ ഡയറക്ടർ ലെവലിൽ ഒരു 5,000 മേളിൽ വരുമാനം വാങ്ങിക്കാമെങ്കിൽ സീനിയർ ഡയറക്ടർ ലെവലിൽ ഒരു 15,000 തൊട്ട് മേളിൽ വരുമാനം വാങ്ങിക്കാം. ഒരു എക്സിക്യൂട്ടീവ് റാങ്കിനകത്തും ഒരു 20,000, 50,000 വരെ വരുമാനം വാങ്ങിക്കാം. ഒരു സീനിയർ എക്സിക്യൂട്ടീവിലും ഒരു 70,000 വരെ വരുമാനം വാങ്ങിക്കാം. പ്ലാറ്റിനം റാങ്കിലും ഇതേപോലെ വരുമാനം വാങ്ങിക്കാം. അങ്ങനെ റെഡ് ഡയമണ്ട്, ഡബിൾ റെഡ് ഡയമണ്ട്, ട്രിപ്പിൾ റെഡ് ഡയമണ്ട്, ബ്ലൂ ഡയമണ്ട്, ഡബിൾ ബ്ലൂ ഡയമണ്ട്, ഗ്ലോബൽ ബ്ലൂ ഡയമണ്ട്, ഇത്രയും 11 റാങ്കുകളാണ് ഇത്. നമുക്ക് ഈ പ്രസ്റ്റീജിയസ് ക്ലബ്സില് ഈ റെഡ് ഡയമണ്ട്സിന്റെ ആൻഡ് ബ്ലൂ ഡയമണ്ട്സിന്റെ ക്ലബിലേക്ക് നമുക്ക് എത്താൻ മാക്സിമം ഡയറക്ടർമാരെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എത്താൻ പറ്റും. എല്ലാവർക്കും വരുമാനം വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ബിസിനസ്സാണ്. റെഡ് ഡയമണ്ട് പൂളിലേക്ക് നമുക്ക് 4% പൂള് അവർക്ക് മാറ്റി വെച്ചേക്കാം, അവർക്ക് മാത്രമായിട്ട്. റെഡ് ഡയമണ്ട്സിന് 2 സീനിയർ ഡയറക്ടർ ഒരു ഗ്രൂപ്പിൽ വരുമ്പോൾ 2 എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ 10,000 PV മറ്റു 2 ഗ്രൂപ്പിൽ വരുമ്പോൾ സമയത്ത് നിങ്ങൾ റെഡ് ഡയമണ്ട് ആവും. അപ്പൊ നിങ്ങൾ പേഴ്സണൽ PV 200 മാറി. പ്ലാറ്റിനം ലെവലിൽ നിങ്ങളുടെ പേഴ്സണൽ PV 100 പോയിന്റ് വാല്യൂ ആണ്. റെഡ് ഡയമണ്ടിൽ നിങ്ങൾ 200 PV ആണ്. ഈ ഡബിൾ റെഡ് ഡയമണ്ടിലും സെയിം തന്നെ. ട്രിപ്പിൾ ഡയമണ്ടിലും നമ്മൾ പേഴ്സണൽ PV 200 ആണ്. താഴെ റാങ്ക് 2 ലെഗ് പ്ലാറ്റിനം ഡയറക്ടറും 2 ലെഗ് റെഡ് ഡയമണ്ടും എത്തണ ആ ലെവലാണ് നമ്മൾ ട്രിപ്പിൾ റെഡ് ഡയമണ്ട് ആണ്. ഈ ബ്ലൂ ഡയമണ്ടിൽ നിങ്ങൾക്ക് 3% പൂള വന്നത്. ഇത് ഹയർ ഇൻകം ആണ്. റെഡ് ഡയമണ്ടിൽ നിങ്ങളുടെ ഇൻകം നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും. ഒരു 3 ലക്ഷം വരെ നമുക്ക് റെഡ് ഡയമണ്ടിൽ വരുമാനമായി കിട്ടും. ബ്ലൂ ഡയമണ്ടിൽ നിങ്ങൾക്ക് 10 ലക്ഷം വരെ വരുമാനം ലഭിക്കുന്ന അവസ്ഥയാണ്. ഇതും ബ്ലൂ ഡയമണ്ട് വളരെ അട്രാക്റ്റീവ് ആണ്. താഴെ റെഡ് ഡയമണ്ട്സും ഡബിൾ റെഡ് ഡയമണ്ട്സും വരുത്തിക്കൊണ്ട് ഫസ്റ്റ് ലെവൽ എത്താമെങ്കിൽ ഡബിൾ ബ്ലൂ ഡയമണ്ടിനകത്ത് ട്രിപ്പിൾ റെഡ് ഡയമണ്ടും ബ്ലൂ ഡയമണ്ടും വെച്ചുകൊണ്ട് നമുക്ക് ആ ബിസിനസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഹയസ്റ്റ് റാങ്ക് ഗ്ലോബൽ ബ്ലൂ ഡയമണ്ട് ആണ്. അത് എയും ബിയും ബ്ലൂ ഡയമണ്ട് ആകുമ്പോൾ സിയും ഡിയും ഡബിൾ ബ്ലൂ ഡയമണ്ട് ആകുന്ന ഒരു വ്യക്തിക്ക് ഇതിനകത്ത് അപ്പൊ നമുക്ക് 4 ഓർഗനൈസേഷൻ മതി. അതിലൂടെ നമുക്ക് ഗ്ലോബൽ ബ്ലൂ ഡയമണ്ട് ലെവലെത്തും. എന്റെ സ്പോൺസർ അവര് ഇന്ന് കേരളത്തിലെ ഹയസ്റ്റ് ഇൻകം വാങ്ങിക്കുന്ന വ്യക്തിയാണ്. 30 lakhs rupees ആണ് ഒരു മന്ത്രി ഡ്രോ ചെയ്യുന്നത്. അവരെ സ്പോൺസർ വ്യക്തി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിലെ ചീഫ് എഞ്ചിനീയറാണ് ബാംഗ്ലൂരിൽ. ഞാൻ അതിന്റെ കൂടെ ഇരിക്കാനും ഒന്നിച്ച് കുറച്ച് സംസാരിക്കാനൊക്കെ സമയം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഇതിനകത്ത് ഈ 30 lakhs മേളിൽ ഇൻകം വാങ്ങിക്കുന്ന വ്യക്തിയാണ്. അതിന് തൊട്ട് അവരെ സ്പോൺസർ ചെയ്യുന്ന വ്യക്തി ഡോക്ടർ സുരേഖ ഭാർഗവൻ, ഇന്ത്യയിലെ ഹയസ്റ്റ് റിച്ചസ്റ്റ് ലേഡിയാണ്, ഹയസ്റ്റ് ഇൻകം വാങ്ങിക്കുന്ന ലേഡിയാണ്. അവരുടെ ഇൻകം അപ്രോക്സിമേറ്റ്ലി 1 crore അടുത്തുണ്ട്. അപ്പൊ അങ്ങനെ വരുമാനം ഈ ഇൻഡസ്ട്രിയുടെ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് പാർട്ട് ടൈമായിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ വരുമാനം വാങ്ങിക്കാൻ പറ്റിയ അവസരമാണ്. ഇത് ജെന്യൂൻ ആയിട്ടുള്ള
ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇന്ന് ഗവൺമെന്റ് നിയമപരമാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഗവൺമെന്റിന്റെ ഫുൾ പെർമിഷനോടുകൂടി ബിസിനസ് ചെയ്യാൻ പറ്റും. ആ ഗവൺമെന്റ് ഗൈഡൻസ് എല്ലാം പാലിച്ചുകൊണ്ട് ഈ ബിസിനസ്സിലെ എല്ലാ വരുമാനം നേടാൻ പറ്റിയ ഒരു സുവർണ അവസരമാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. ഇത് ശരിക്കും രാജ്യത്തിന്റെ ഉയർച്ചക്ക് നമ്മളെ ഓരോ പൗരന്മാരും ഇന്നത്തെ കാലത്ത് എംപ്ലോയ്മെന്റ് വളരെ ടഫായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിനകത്ത് ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരുന്ന മൈലേജ് വളരെ വലുതാണ്. കൃത്യമായ ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു നല്ല ഡയറക്ട് സെല്ലിംഗ് കമ്പനി. അപ്പോൾ കമ്പനിയുടെ പ്രത്യേകത, അവർക്ക് 1933 തൊട്ട് ഇന്ത്യയിൽ റിച്ച് ഹെറിറ്റേജ് ഉള്ള കമ്പനി. പ്രൊഡക്റ്റ് 100% ഗ്യാരണ്ടി ഉൽപ്പന്നങ്ങൾ. അത് ഒരാൾക്കും ഒരു കോമ്പറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്വാളിറ്റി പ്രൊഡക്റ്റ് പറയുന്നു. ദെൻ കോമ്പൻസേഷൻ പ്ലാൻ, വരുമാനം കിട്ടുന്ന പ്ലാൻ, അതും ഇന്ത്യയിലെ ഹയസ്റ്റ് ഇൻകം കിട്ടുന്ന പ്ലാനാണ്. 72% പേ ഔട്ടാണ്. ദെൻ അവരുടെ ട്രെയിനിങ്ങുകളും എഡ്യൂക്കേഷൻ ട്രിപ്പുകളും. ഇത് എന്നെ വളരെയധികം ആകർഷിച്ചു. എന്നെ പോലെ സാധാരണ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് ഈ പാർട്ട് ടൈമായിട്ട് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് തന്നത് ഈ ഓർഗനൈസേഷൻ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഗുണം ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യവും, മഹനീയ സാന്നിധ്യവും, ഇതിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുള്ള ഭാഗ്യവും നിങ്ങൾ ചൂസ് ചെയ്യുക. ഈ ഒരു അവസരം എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റത്തിന്റെ തിരി കത്തിക്കുന്ന ദിവസം മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. സീ യു അറ്റ് ദ ടോപ്പ്.